എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയ അനാലിസിസിന്റെ ഭാഗമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. എന്നാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ വിൻസി അലോഷ്യസിന്റെ പരാതിയിൽ ഷൈൻ ടോമിനെ വെറുതെ ഒന്ന് കാണാൻ വേണ്ടി പോലീസ് എത്തിയപ്പോൾ അദ്ദേഹം പോലീസിനെ കാണാതോട് രക്ഷപ്പെട്ടതിനെ കുറിച്ചിട്ടല്ല ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. വിൻസി അലോഷ്യസ് തന്റെ നിലപാട് വ്യക്തമാക്കി ആദ്യമിട്ട പോസ്റ്റിന്റെ കമന്റ് ബോക്സിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഈ സിനിമാ മേഖലയിലെ രസകരമായിട്ടുള്ള ഡിസ്കഷൻസിനെയൊക്കെ നമുക്ക് തൽക്കാലം ഒന്ന് മാറ്റി വെച്ചിട്ട് യുവ സമൂഹവുമായി ബന്ധപ്പെട്ട ചില ഡിസ്കഷൻസിലേക്ക് കടന്നു വരാം. ഈ ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയൊക്കെ ആയിരുന്നല്ലോ അത്. സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഇന്റർവ്യൂസ് നിങ്ങൾ സ്ഥിരമായി കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലെല്ലാ ഇന്റർവ്യൂ ചെയ്യുന്ന ആളുകളും ആവർത്തിച്ച് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ഒരു ചോദ്യം ഇങ്ങനെയാണ്: എന്തുകൊണ്ടാണ് സാർ ഇവിടെ നിന്ന് വളരെ യങ് ആയിട്ടുള്ള ആളുകൾ, ടീനേജേഴ്സ് വിദേശത്തേക്ക് പോകുന്നത്? എന്തുകൊണ്ടാണ് അവർക്ക് കേരളത്തിൽ നിൽക്കാൻ ഇഷ്ടമില്ലാത്തത്? അപ്പോൾ അദ്ദേഹം പറയുന്ന ചില മറുപടികളുണ്ട്. നമുക്ക് കോമൺ ആയിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് അറിയാവുന്ന ചില കാര്യങ്ങളുണ്ട്, അറിയാമെന്ന് നമ്മൾ വിചാരിക്കുന്ന, പലപ്പോഴും തെറ്റിദ്ധരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിങ്ങനെയാണ്: ഈ ഒരു സൊസൈറ്റി അവരെ ഡിസേർവ് ചെയ്യുന്നില്ല. ഇവിടെ യങ്സ്റ്റേഴ്സിനും ടീനേജേഴ്സിനും അനുകൂലമായിട്ടുള്ള സ്വാതന്ത്ര്യമുള്ള ഇടങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ അവർക്ക് കുറേയധികം റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പറയുമ്പോൾ ആരെയാണ് പ്രതിസ്ഥാനത്തേക്ക് നമ്മൾ നിർത്തുന്നത്? ഇപ്പോഴത്തെ ടീനേജേഴ്സിനും യങ്സ്റ്റേഴ്സിനും മുന്നേ ഉള്ള ഒരു ജനറേഷനെയാണ് പലപ്പോഴും പ്രതിസ്ഥാനത്തേക്ക് നിർത്തുന്നത്. അവരാണ് ആ ഒരു പ്രതിസ്ഥാനത്തേക്ക് നിർത്തപ്പെടുന്നത്. എനിക്ക് തോന്നുന്നു ആ ഒരു സ്ഥാനത്തിലേക്കൊക്കെ പതുക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും ഞാനടക്കമുള്ള 90s ഉള്ള ആളുകൾ. വിദേശത്തേക്ക് പഠിക്കാനായിട്ടും ജോലിക്കും ഒക്കെ പോകുന്ന യങ്സ്റ്റേഴ്സും ടീനേജേഴ്സും ആയിട്ടുള്ള ആളുകൾ അല്ലാത്ത അവരുടെ മുന്നിലുള്ള ആ ഒരു തലമുറയാണോ ഇതിൻ്റെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റീസൺ? അല്ലെങ്കിൽ അവർക്ക് മുന്നേ ഉള്ള ഒരു തലമുറയാണോ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ? അവർ മാത്രമാണോ ഇതിൻ്റെ റീസൺ എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. ക്രാബ് മെന്റാലിറ്റി എന്നൊരു കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താണ് ക്രാബ്? ഞണ്ടുകളെ ഒരു ബക്കറ്റിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ ആ ഞണ്ടിൽ ഒരെണ്ണം രക്ഷപ്പെടാനായിട്ട് ശ്രമിച്ചാലും ബാക്കിയുള്ളതുങ്ങളെല്ലാം കൂടെ അതിനെ വലിച്ച് താഴേക്കിടും. അവർ ആ ഒരു ബക്കറ്റിന്റെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിച്ച് കിടക്കും. ഈ ക്രാബ് മെന്റാലിറ്റി ഇപ്പോൾ ഇവിടെ നിന്ന് മടുത്തു വിദേശത്തേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് പോകുന്ന ടീനേജേഴ്സിനും യങ്സ്റ്റേഴ്സിനും ഒക്കെ ഇടയിൽ കാര്യമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് സോഷ്യൽ മീഡിയയിൽ വളരെ എവിഡൻ്റ് ആണ്. സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകളിലെ ആ ഒരു നൈരാശ്യം, അവരുടെ ആ ഒരു ഫ്രസ്ട്രേഷൻ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്രാബ് മെന്റാലിറ്റി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇനി വിൻസി അലോഷ്യസ് കഴിഞ്ഞ ദിവസം ഇട്ട ആ ഒരു പോസ്റ്റിന്റെ കമന്റ് ബോക്സിലേക്ക് ഞാൻ വരികയാണ്. ലഹരി ഉപയോഗിക്കുന്നവരുമായി ഇനി സിനിമ ചെയ്യില്ല, ധീരമായ നിലപാടുമായി വിൻസി അലോഷ്യസ്. 9th ഏപ്രിൽ അന്ന് വന്ന ഒരു പോസ്റ്റാണ്. അപ്പോൾ അതിനോട് അടുപ്പിച്ച ദിവസങ്ങളിലായിരിക്കാം അദ്ദേഹം ഇങ്ങനെ ഒരു നിലപാട് പൊതുവേദിയിൽ പങ്കുവച്ചത്. ഞാൻ വീണ്ടും പറയുന്നു, സിനിമ എന്ന തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ കുറിച്ചിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്. ഈ ഒരു പോസ്റ്റിന്റെ കമന്റ് ബോക്സിൽ എൻഗേജ് ചെയ്തിട്ടുള്ള ടീനേജേഴ്സും യങ്സ്റ്റേഴ്സും അവരുടെ മെന്റാലിറ്റിയെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അവർ തന്നെയാണ് അവരുടെ മിക്കവാറും ഉള്ള എല്ലാ പ്രശ്നങ്ങളുടെയും മൂല കാരണം. ഇതിന്റെ കമന്റ് ബോക്സിലേക്ക് പോവാം. അമർനാഥ് സുഭാഷ്, അതിന് സിനിമ എവിടെ? അമർനാഥ് സുഭാഷ് ഒത്തിരിയധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കാം, എനിക്കറിയത്തില്ല, ഞാൻ അദ്ദേഹത്തിന്റെ പ്രൊഫൈലിലേക്ക് പോയില്ല. ക്രാബ് മെന്റാലിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണം ഇതാണ്. താൻ ഒരു നിലയിൽ എത്തിയിട്ടുണ്ടാവില്ല, തന്നെ ഒരു മനുഷ്യനെ അറിയത്തുണ്ടാവില്ല, എന്നാലും തൻ്റെയൊക്കെ ഏജ് ഗ്രൂപ്പിലുള്ള ഒരാൾ തന്നെക്കാളും വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ആളുകൾ ശ്രദ്ധിക്കുന്ന രീതിയിലേക്കോ അവർക്ക് ബെനിഫിറ്റ്സ് ഉണ്ടാവുന്ന രീതിയിലേക്കോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരെ തളർത്താൻ വേണ്ടി നീ ഒന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞ് അവരുടെ നേട്ടങ്ങളെ നിസ്സാരവൽക്കരിച്ച് കാണാനായിട്ട് ശ്രമിക്കുക. എങ്ങനെയെങ്കിലും താൻ കിടക്കുന്ന ആ ഒരു ഞണ്ടുകളുടെ ബക്കറ്റിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ച ഒരാളെ വലിച്ച് താഴേക്ക് ഇടാൻ വേണ്ടിയുള്ള ഒരു ശ്രമം. അമർനാഥ് സുഭാഷിന്റെ പ്രൊഫൈലിലേക്ക് ഒന്ന് പോവുകയാണ്. ഇത് ആരാണെന്ന് അറിയണമല്ലോ. 925ഓളം ലൈക്കുകളുണ്ട്. അയ്യോ, 27 പോസ്റ്റുകൾ, 679 ഫോളോവേഴ്സ്, 623 ആളുകളെ ഫോളോയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ തന്നെ ഫോട്ടോകൾ കൊണ്ട് നിറച്ചിരിക്കുകയാണ്. ഇവിടെ പ്രകടമായിട്ടുള്ള ഒരൊറ്റ വ്യത്യാസം വിൻസി അലോഷ്യസും ഇയാളും തമ്മിലുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോസിന് തൊട്ട് മുൻപുള്ള കോൺവെർസേഷൻ എന്തായിരിക്കും? എടാ എൻ്റെ ഒരു ഫോട്ടോ എടുത്താടാ എന്ന് പറഞ്ഞ് കാല് പിടിച്ചിട്ടായിരിക്കും അദ്ദേഹം ഒരു ഫോട്ടോ എടുത്തിരിക്കുന്നത്. കാരണം അയാളുടെ ആ ഒരു ഫോട്ടോ എടുത്ത് അവിടെ പബ്ലിഷ് ചെയ്യേണ്ടതും ആളുകൾ കാണേണ്ടതും അയാളുടെ ആവശ്യമായ ഒരവസ്ഥയിലേക്ക് മാത്രമേ അപ്പോൾ അദ്ദേഹം എത്തിയിട്ടുള്ളൂ. എന്നാൽ വിൻസി അലോഷ്യസ് എവിടെയെങ്കിലും നിൽക്കുന്ന സമയത്ത് എന്തോരം ക്യാമറകൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഓടി വരും. അപ്പോൾ ആ ഒരു റേഞ്ചിൽ ഇദ്ദേഹത്തെക്കാളിലും കൂടുതൽ വളർന്ന ഒരു വ്യക്തിയാണ് വിൻസി അലോഷ്യസ്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കുക, ഏതൊരു താഴത്തെ റേഞ്ചിൽ നിന്നിട്ടാണ് ഏതൊരു മുകളിലത്തെ റേഞ്ചിൽ നിൽക്കുന്ന ഒരാളുടെ നേട്ടത്തെയാണ് വില കുറച്ച് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന വ്യക്തി വെറുതെ എൻ്റെ സന്തോഷത്തിന് വേണ്ടി ഇടുന്നതാണ് എന്ന് പറയുമോ? ഇല്ല, അയാളും കുറച്ച് ലൈക്കും ഫോളോയിങ്ങും ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ടാവും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോയ്ക്ക് 165 ആളുകളാണ് മാക്സിമം ലൈക്ക് ചെയ്തിരിക്കുന്നത്. 600 ഫോളോവേഴ്സ് ഉണ്ട്. തൻ്റെ 600 ഫോളോവേഴ്സിൽ 100 ആളുകളെ മാത്രം സ്വാധീനിക്കാൻ ശേഷിയുള്ള തരത്തിലേക്കുള്ളൊരു വ്യക്തിത്വമുള്ള ഒരാൾ ചോദിക്കുകയാണ്, അതിന് നിനക്കൊക്കെ സിനിമ എവിടെയാണ് എന്നുള്ളത്. ഇതുപോലെ ആളുകളുടെ നേട്ടങ്ങളെ, വ്യക്തികളെ ക്യാൻസൽ ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന, അവരെ കുറച്ച് കാണാനായിട്ട് ശ്രമിക്കുന്ന, നേട്ടങ്ങളെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുന്ന ആളുകളുടെ പ്രശ്നം എന്തായിരിക്കും?
ഇൻസെക്യൂരിറ്റി ആൻഡ് പ്രൊജക്ഷനാണ്. തങ്ങളുടെ തന്നെ ഇൻസെക്യൂരിറ്റി പ്രൊജക്റ്റ് ചെയ്യുകയാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള കമൻറ്റുകളിൽ കൂടെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരെ പോലുള്ള ആളുകളാണ് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഒരു ടീനേജേഴ്സിൻ്റെയും യങ്സ്റ്റേഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അവർക്കിടയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു തരത്തിലും അംഗീകരിക്കാത്ത ഒരു സിസ്റ്റം ഉണ്ട് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അവർക്ക് സമാധാനമായിട്ട് ജീവിക്കാനായിട്ട് പറ്റുക? എനിക്ക് തോന്നുന്നു അത് ഈ ഒരു കാലഘട്ടത്തിൻ്റെ പുതിയൊരു രീതിയായിരിക്കാം. ആരുടെ നേട്ടങ്ങൾക്ക് ഒരു വാല്യൂ ഇല്ല. എല്ലാ നേട്ടങ്ങളും ആളുകൾ എന്തെങ്കിലുമൊക്കെ ഉഡായ്പകളിൽ കൂടെ നേടിയതാവാം എന്നുള്ളൊരു ചിന്തയാണ് പല ആളുകൾക്കും. നമ്മളെപ്പോലുള്ള ആളുകളുടെ സോഷ്യൽ മീഡിയ ഇടപെടലിൽ നിന്നിട്ടും വളരെയധികം വ്യത്യസ്തമാണ് ടീനേജേഴ്സിൻ്റെയൊക്കെ ഒരു സോഷ്യൽ മീഡിയ ഇടപെടൽ എന്ന് പറയുന്നത്. ഈ കഴിഞ്ഞ ദിവസം വിദേശത്തേക്ക് പോയിട്ടുള്ള കുട്ടികൾ അവരുടെ ഒരു എക്സ്പീരിയൻസ് പങ്കുവെക്കുകയാണ്. അപ്പോൾ അതിൻ്റെ താഴെ മുഴുവൻ ടീനേജേഴ്സാണ്. കാരണം അവർക്കാണല്ലോ വിദേശത്തേക്കൊക്കെ പഠിക്കാനായിട്ട് പോകണോ വേണ്ടോ എന്നൊക്കെയുള്ള ആലോചന കൂടുതലായിട്ടുള്ളത്. അപ്പം അവരോട് എക്സ്പീരിയൻസ് പറയുമ്പോഴത്തേന് കുറേ ആളുകൾ ഇവിടെ നിന്ന് കമൻറ്റ് ചെയ്യുകയാണ്, നാണമില്ലടാ നിനക്കൊക്കെ സായിപ്പിൻ്റെ പ്രാഥമിക കാര്യങ്ങൾ, അവർ പറഞ്ഞത് വേറെ ഒരു വാക്കാണ്, അതൊക്കെ ചെയ്തു കൊടുക്കാനായിട്ട് നാണമില്ലേ, നിനക്കൊക്കെ ഇവിടെ നിന്ന് അവിടെ പോയിട്ട് ഇങ്ങനെ അടിമയായിട്ട് ജീവിക്കാൻ നാണമില്ലേ? അപ്പോൾ അതിൻ്റെ താഴെ തന്നെ ടീനേജേഴ്സ് റിപ്ലൈ ആയിട്ട് കമൻറ്റ് ചെയ്തിരിക്കുകയാണ്, നിനക്ക് വിസ കിട്ടാത്തത് കൊണ്ടല്ലേ. ഒരുത്തിന് വിസ കിട്ടി ഒരുത്തൻ പോയി, എന്നാൽ ഇവന് വിസ കിട്ടിയില്ല. ഇവന് വിസ കിട്ടിയതിന് അവിടെ ചെല്ലുന്നത് വരെ മറ്റവൻ്റെ നേട്ടത്തെ കുറച്ചിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതിങ്ങനെ ഒരു സൈക്കിളാണ്. എന്നാൽ ഇനി ഇവൻ ചെല്ലുന്ന സമയത്ത് വേറൊരുത്തൻ ഇവൻ്റെ നേട്ടത്തെ ഇങ്ങനെ മോശമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. ശരിക്കും പറഞ്ഞാൽ അത് ഇപ്പോഴത്തെ ഇൻസ്റ്റഗ്രാം കമൻറ്റ് ബോക്സുകളിലെ കോമൺ ആയിട്ടുള്ള ഒരു രീതിയാണ്. ആളുകളുടെ അച്ചീവ്മെൻറ്റുകൾ അതിനോടൊരു വിലയില്ല. അപ്പം നേട്ടങ്ങളോട് ഒരു വിലയില്ലാതെ വരുന്ന സമയത്താണ് എങ്ങനെയെങ്കിലും ആളുകളുടെ മുൻപിലേക്ക് മാസാവാൻ വേണ്ടിയുള്ള ഷോർട്ട് കട്ടുകൾ പല ആളുകളും തേടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് പണം ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ടുള്ള ഉഡായ്പ പരിപാടികളിലൊക്കെ അതിപ്പോൾ ലഹരിക്കടത്താണ് എന്നുണ്ടെങ്കിലും മറ്റെന്തെങ്കിലും അസന്മാർഗിക പ്രവർത്തനങ്ങളാണ് എന്നുണ്ടെങ്കിലും ചെയ്യാനായിട്ട് ആളുകൾ റെഡി ആയിട്ട് നിൽക്കുന്നത്. അല്ലാതെ ഏത് നേട്ടത്തെയാണ് ഇവരെ പോലുള്ള ആളുകൾ അംഗീകരിക്കുക? കുറച്ച് പണം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു പ്രത്യേക PR-ൽ കൂടെ സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറേ ബഹുമാനം വാങ്ങിച്ചെടുക്കാം. അല്ലാത്ത ഒരു നേട്ടങ്ങൾക്കും ഒരു വാല്യൂ കൊടുക്കുന്ന ഒരു രീതി കാണാനായിട്ട് സാധിക്കുന്നില്ല. അടുത്തൊരു കമൻറ്റാണ്, S7 മീഡിയ എന്നാൽ നീ കിളയ്ക്കാൻ പോയിക്കോ. ഈ S7 മീഡിയയുടെ പ്രൊഫൈലിലേക്ക് കയറി നോക്കിക്കഴിഞ്ഞാൽ കുറേയധികം ആക്ടേഴ്സിൻ്റെ കുറേ മാസരംഗങ്ങളൊക്കെ കുത്തി നിറച്ച് വെച്ചിട്ടുണ്ട്. സ്വന്തമായിട്ട് ആളുകളുമായി സംബന്ധിക്കാനായിട്ട് ഒരു പേരില്ല, ഒരു ഫേക്ക് ഐഡി ഉള്ളതുകൊണ്ട് എന്നാ എടാ പോടാ നീ എന്നൊക്കെ പറഞ്ഞ് ആരെ വേണമെങ്കിലും വിളിക്കാം. അങ്ങനെ വിളിക്കുന്നതുകൊണ്ട് പ്രശ്നം ഉണ്ടായിട്ടല്ല, അത് വിളിക്കുന്നവന് അത് നേരിട്ട് ഒരുത്തൻ്റെ മുഖത്ത് നോക്കി അല്ലെങ്കിൽ ഒരാളുടെ മുഖത്ത് നോക്കി വിളിക്കാനായിട്ടുള്ള ആർജവം, നേരെ നിൽക്കാനായിട്ടുള്ള ആർജവം ഉണ്ടാകണം. അല്ലാതെ ഒരു ഫേക്ക് ഐഡി ഉണ്ടാക്കിയിട്ട് എന്നാൽ നീ കളിക്കാൻ പോയിക്കോ എന്നൊക്കെ ഒരാളോട്, ഒരു മേഖലയിൽ പ്രാവീണ്യം തെളിച്ചിട്ടുള്ള ഒരാളോട് പറയാനായിട്ട് ഇവനൊക്കെ ആരാണ്? ഇയാൾ പടമൊന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളായിരിക്കില്ല, അവനായിട്ടുള്ള ഒരു സാധ്യതയില്ല. അതേപോലെ തന്നെ ടിക്കറ്റ് എടുക്കണമെങ്കിൽ പോലും വല്ല ആളുകളോടും തണ്ടേണ്ട ചില സാഹചര്യം ഉണ്ടാവും. എന്നാലും ചില അതോറിറ്റി ഉണ്ട്. ഇപ്പോൾ സ്ത്രീകളായിട്ടുള്ള ആളുകൾ എന്തെങ്കിലുമൊക്കെ നിലപാടുകളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അവരെ ചോദ്യം ചെയ്യാനായിട്ടുള്ള ഒരു അതോറിറ്റി തനിക്കുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഏതെങ്കിലുമൊക്കെ കീടമായിരിക്കും. സ്വന്തമായിട്ട് ഒരു ഇൻഡസ്ട്രിയിലെ നിലപാട് ഒരു സ്ത്രീ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്കെതിരെയുള്ള ആക്രമണമൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതാണ്. അതും ഈ പറയുന്ന സിനിമയിലെ ഏട്ടന്മാരുടെ കുളിരണിയിക്കുന്ന രംഗങ്ങൾ ഇങ്ങനെ സ്വന്തം പ്രൊഫൈൽ ഉണ്ടാക്കി അതിൽ വീണ്ടും വീണ്ടും ഇങ്ങനെ ഇട്ട് കാണുന്ന ഒരുത്തന് ഇതിൽ കൂടുതൽ എന്ത് പറയാൻ പറ്റും? അടിച്ച് ഓഫായിട്ട് എടുത്ത തീരുമാനമാണോ? വിഷ്ണു മോഹൻ ഒരു കോമഡിയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളുടെയൊക്കെ പ്രൊഫൈൽ നമ്മളെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരെല്ലാം ഒത്തിരിയധികം അറ്റൻഷൻ കിട്ടാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണ് എന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാനായിട്ട് സാധിക്കും. കാരണം അവരുടെയൊക്കെ ഫോട്ടോകൾ അവരെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതിൻ്റെ കുറേയധികം പ്രകടനങ്ങൾ, ഇങ്ങനെ സ്വന്തമായിട്ട് അത്രയധികം ഇഷ്ടമുള്ള ആൾക്കാർ ബാക്കിയുള്ള ആളുകളെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി അവരുടെ നേട്ടങ്ങളെ കുറച്ച് കാണാൻ വേണ്ടി ശ്രമിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ഞാൻ ആദ്യം പറഞ്ഞ ഇൻസെക്യൂരിറ്റി ആൻഡ് പ്രൊജക്ഷൻ ഉണ്ട്. പിന്നെ രണ്ടാമത് പറഞ്ഞ കാര്യം, സ്ത്രീകൾ ഏതെങ്കിലുമൊക്കെ മേഖലയിൽ ഒന്ന് എത്തിപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഒരു നിലപാടൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഇഷ്ടപ്പെടാത്ത, വീണ്ടും ആ ഒരു ഇൻസെക്യൂരിറ്റി പ്രൊജക്റ്റ് ചെയ്യുന്ന ഒന്നുമാവാത്ത ചില ആളുകൾ ഈ പ്രൊഫൈലൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഒരേപോലെയാണ്. കാരണം സ്വന്തമായിട്ട് ഇങ്ങനെ ആളുകളുടെ മുൻപിൽ അറ്റൻഷൻ നേടാൻ വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ മാക്സിമം നടത്തുന്ന ഗംഭീര ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന പ്രൊഫൈലുകളാണ്. അവർക്ക് അവരോട് അത്രയധികം ആത്മരതിയുണ്ട്, അത്രയധികം ഇഷ്ടമാണ്. എന്നാലും ഒരു അറ്റൻഷൻ കിട്ടാത്തത് കൊണ്ടായിരിക്കാം, എല്ലാവരുടെയും ഫോളോവേഴ്സ് കൗണ്ടൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്, എന്നിട്ടും ഒരു അറ്റൻഷൻ കിട്ടാത്തത് കൊണ്ടായിരിക്കാം ഒരു രീതിയിൽ ആളുകളുടെ മുൻപിൽ അറിയപ്പെടുന്ന കഴിവ് തെളിച്ചിട്ടുള്ള ഒരാൾക്ക് നേരെയുള്ള ഈ ഒരു ഫ്രസ്ട്രേഷൻ പ്രകടനങ്ങളൊക്കെ. പുതിയ ലേഡി സൂപ്പർ സ്റ്റാർ വന്നു, നിലപാട് പറഞ്ഞതുകൊണ്ടുള്ള കളിയാക്കിച്ചയാണേ. അപ്പോൾ അതിൻ്റെ താഴെ കുറേ ഉണ്ട്. ഇവൾക്കൊന്നും ഒരു സിനിമ പോലുമില്ല, തള്ളി മറിക്കുന്നതിന് ഒരു കുറവുമില്ല. അടുത്തത് ഗോകുൽ പ്രകാശിൻ്റെ ഒരു കമൻറ്റാണ്, നീ ഇനി ഒരു സിനിമയിലും കാണില്ല, എസ്മ മാത്രം കാക്കും നിന്നെ. നീ ഇനി ഒരു സിനിമയിലും കാണില്ല, എസ്മ മാത്രം കാക്കും നിന്നെ എന്നൊക്കെ പറയുമ്പോൾ ഇവനൊക്കെ എന്ത് അതോറിറ്റിയാണുള്ളത്? ഗോകുൽ പുത്തൻപുരയ്ക്കൽ, കോട്ടയംകാരൻ KL34. വെറുതെ നാട്ടുകാരെ പറയിപ്പിക്കാൻ വേണ്ടി. എന്തിനാണ് ഇങ്ങനെ നാട്ടുകാരെ പറയിപ്പിക്കുന്നത്? KL34 നീ ഈ നാട്ടിലും കണ്ടുള്ള ആരോ ആണ്.
അടുത്തൊരു കമൻറ്റാണ്, എന്നാൽ ഇവൾ ഇനി മുതൽ സിനിമ അഭിനയം നിർത്തേണ്ടി വരും, വെറുതെ ആളാവാൻ വേണ്ടി വലതും വിളിച്ച് പറയുകയാണ്, കാശ് കിട്ടിയാൽ എന്തും ചെയ്യും 99% പെണ്ണുങ്ങളും, എന്നിട്ട് പുളു ഓടിക്കുന്നതിൽ ഒരു കുറവില്ല. ദുൽഖർ സൽമാൻ്റെ ഫോട്ടോ ഇട്ടിട്ടുള്ള സൈനുൾ അബീദ് ആ ഒരു പോസ്റ്റിന് താഴെ പോയി കഴിഞ്ഞാൽ എല്ലാ കമൻറ്റുകളും നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. ഒന്ന് രണ്ടെണ്ണം വെറുതെ ഒരു ഐഡിയയ്ക്ക് വേണ്ടി ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് ഇട്ട് തന്നതാണ്. നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, എല്ലാ ആളുകളെയും ബാധിച്ചിരിക്കുന്ന ഒരേ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ ഒരു വലിച്ച് താഴേക്കിടലാണ്, ഈ ക്രാബ് മെൻറ്റാലിറ്റിയാണ്. ഒരുത്തൻ ഏതെങ്കിലും രീതിയിൽ രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അവൻ എങ്ങനെയെങ്കിലുമൊക്കെ വലിച്ച് താഴേക്കിടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്നാൽ ഒരു കഴിവുമില്ലാത്ത ആ ഒരു വ്യക്തിക്ക് തന്നെയോ അല്ലെങ്കിൽ സമൂഹത്തിനോ ഒരു ഗുണവും ചെയ്യാത്ത ഏതെങ്കിലുമൊക്കെ ആളുകളെ വെറുതെ ഇങ്ങനെ ആകാശത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് നടക്കാൻ വേണ്ടി, ആരോടോ ഉള്ള പ്രതിഷേധം പോലെ ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് നടക്കാൻ വേണ്ടി കുറേയധികം ആളുകളുണ്ട്. അവരുടെ മുൻപിൽ കൂടെ ക്യാമറയായിട്ട് നടക്കുന്ന ആളുകൾ, അവരുടെ ഇൻ്റർവ്യൂ എടുക്കുന്ന ആളുകൾ, അവരുടെ ഇൻ്റർവ്യൂ അവരെടുക്കുന്ന സമയത്ത് എങ്ങനെയാണത് വിജയിക്കുന്നത്, അതൊക്കെ കാണാനായിട്ടും അത് കൺസ്യൂം ചെയ്യാനായിട്ടും ആളുകളുണ്ട്. എന്നാൽ ജെന്യുവനായിട്ടുള്ള നേട്ടങ്ങൾ, ഒരു നല്ല സിനിമയിൽ അഭിനയിച്ച് അവാർഡ് വാങ്ങാം, ഇപ്പോൾ ആദ്യം അഭിനയിക്കുന്ന സിനിമയിലോ ആദ്യത്തെ 10 സിനിമകളിലോ മമ്മൂട്ടിയോ മോഹൻലാലോ കാഴ്ചവെക്കുന്ന ഒരു അഭിനയം ഒന്നും ചിലപ്പോൾ ആളുകൾക്ക് എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അവർ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അവർക്ക് അവസരം കിട്ടുന്നുണ്ട്, അവരെ ആളുകൾ വീണ്ടും വീണ്ടും അപ്രോച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു നേട്ടമാണ്. ഈ ആളുകളെ ജഡ്ജ് ചെയ്യുന്ന ആ ഒരു മെൻറ്റാലിറ്റി, അത് പ്രായഭേദമന്യ ആളുകൾക്കുണ്ട് എന്നുള്ളത് തെളിയിക്കുന്നതാണ് ഈ ഒരു കമൻറ്റ് ബോക്സും സംഗതികളൊക്കെ. എന്നിട്ട് എല്ലാ വേദികളിലും കോമൺ ആയിട്ടുള്ള ഒരു ഉത്തരം കൊടുക്കുകയാണ്. ടീനേജേഴ്സും യങ്സ്റ്റേഴ്സും ഒക്കെ കേരളത്തിലെ പഴയ ചിന്താഗതിയുള്ള സൊസൈറ്റിയുടെ ശല്യം സഹിക്കാതെ പുറത്തേക്ക് പോവുകയാണ്. ആക്ച്വൽ പ്രോബ്ലം അവർക്കിടയിൽ തന്നെയുണ്ട്. ഇനിയിപ്പോൾ അവരെ ഇങ്ങനെ ആക്കി മാറ്റിയത് അവരാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്നാലും അങ്ങനെ ആവാതിരിക്കാൻ ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതും അവർക്ക് തന്നെയാണ്. ഇതൊക്കെ സ്വന്തമായി സ്വന്തം സ്വഭാവത്തെക്കുറിച്ചിട്ട് ആലോചിച്ചെടുക്കേണ്ട തീരുമാനങ്ങളാണ്. എല്ലാ ടീനേജേഴ്സും എല്ലാ യങ്സ്റ്റേഴ്സും അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ ഇത് എല്ലാവരും ഇങ്ങനെയാണെന്ന് പറയാം. അങ്ങനെയല്ല, എല്ലാവരും ഇങ്ങനെയല്ല. എന്നാൽ ഒരു വലിയ മെജോറിറ്റി ഇങ്ങനെ ആയതുകൊണ്ട് ബാക്കി ആൾക്കാർക്ക് കൂടെ ഇവിടെ നിൽക്കാനായിട്ട് പറ്റുന്നില്ല. അവർക്ക് വല്ലാത്ത ഫ്രസ്ട്രേഷൻ ഉണ്ടാവുന്നു. അപ്പോൾ അവരുടെ തീരുമാനങ്ങൾ എല്ലായിടത്തും ആ ഒരു നിരാശ പ്രകടമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.